ഏതേതിടത്തു നിന്നായാലും അറിവ് ഇങ്ങോട്ടേക്ക് വരട്ടെ, എന്നിലേക്കെത്തട്ടെ എന്ന് സദാ പ്രാർത്ഥിച്ചിരുന്ന, പ്രാർത്ഥനാ നിരതമായ ഒരു ജീവിതം നയിച്ച ജനതയാണ് ഭാരതത്തിന്റെ. എവിടെ നിന്നും വരട്ടെ അറിവുകൾ, പുത്തൻ അറിവുകൾ ഉണ്ടാവട്ടെ എന്ന് സങ്കല്പിച്ചവർ, നമ്മുടെ ദർശനങ്ങളെ അങ്ങനെ ലഭിക്കുന്നതായ പുത്തൻ അറിവുകളുടെ വെളിച്ചത്തിൽ പുനർനിർമ്മിച്ചവർ. ഭാരതീയർ, ഹിന്ദുക്കൾ ഒരിക്കലും പറഞ്ഞില്ല ഏതോ കാലത്ത് ജീവിച്ചിരുന്ന ഏതോ സന്യാസി എഴുതിവെച്ച ദർശനങ്ങൾ പരിപൂർണങ്ങളാണ് എന്ന് പറഞ്ഞിട്ടില്ല. കാലാകാലങ്ങളിൽ ജീവിതത്തിന്റെ അനിവാര്യ മുഹൂർത്തങ്ങളിൽ, മാറ്റങ്ങളുടെ സന്ദർഭങ്ങളിൽ പരിവർത്തനം ഉണ്ടാകേണ്ടതാണ് എന്ന് വിശ്വസിച്ച, ചിന്തിച്ചു മുഴുവനാക്കപ്പെട്ട ഗ്രന്ഥങ്ങളല്ല ഭാരതത്തിൻ്റെത്. സമയാസമയങ്ങളിൽ പുത്തൻ അറിവുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് പുരോഗമിച്ചതാണ്. അതാണ് നൈമിഷാരണ്യവും മറ്റും നമുക്ക് പറഞ്ഞു തരുന്ന കഥകൾ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികന്മാർ യാജ്ഞവൽക്യ മഹാമുനിയുടെ നേതൃത്വത്തിൽ ഒരുമിച്ചുകൂടി നൈമിഷാരണ്യത്തിൽ, ഒരു വലിയ പ്രദേശത്ത്. എന്തിന്? ഉപനിഷത്തുകളെ പുനർവായന നടത്തുവാൻ. ഇപ്പോഴത്തെ ഈ പുത്തൻ ആധുനിക സാഹിത്യകാരന്മാരുടെ ഭാഷയിലെ പുനർവായന എത്രയോ മുമ്പേ നമ്മുടെ പൂർവികന്മാർ നടത്തിയതാണ്. ഉപനിഷത്തുകളെ പുനർനിർമ്മിക്കുവാൻ, കാലാനുകൂലമാക്കുവാൻ, ദേശാനുകൂലമാക്കുവാൻ, പുരോഗമനത്തിന് ഉപയോഗിക്കുവാൻ. അറിവിനെ എന്നും ആരാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക തന്നെ വേണം. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, വീണ്ടും നിങ്ങളുടെ മുമ്പാകെ പറയുകയാണ്. ലോകത്തിന്ന് അക്രമങ്ങളും അനീതിയും ഭീകരതയും നടമാടുന്നുണ്ട് എങ്കിൽ സ്വന്തം ജീവിതത്തെയും സ്വന്തം ദർശനത്തെയും അടച്ചുപൂട്ടിയിട്ടവരാണ് ഈ അക്രമങ്ങൾ നടത്തുന്നത്. ഞങ്ങളുടെ ദർശനം പൂർണ്ണമായി കഴിഞ്ഞു, ഞങ്ങളുടെ മതം ചിന്തിച്ചുറപ്പിച്ചു കഴിഞ്ഞു, ഞങ്ങളുടെ ഗ്രന്ഥം പൂർണ്ണമാണ്, അതിൽ ഇനി കൂടുതലായൊന്നും ചേർക്കാനില്ല, ഒന്നോട്ട് എടുത്തു കളയാനുമില്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എവിടെയോ നിലനിന്ന, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എവിടെയോ നിലനിന്നതായ ജീവിത സാഹചര്യങ്ങളെ അതേപടി, അത് വേഷത്തിന്റെ കാര്യത്തിലും ഭാഷയുടെ കാര്യത്തിലും ആഹാരത്തിന്റെ കാര്യത്തിലും ആചാരത്തിന്റെ കാര്യത്തിലും വിവാഹബന്ധങ്ങളുടെ കാര്യത്തിലും ഒക്കെ ഏതോ കാലത്ത് എവിടെയോ നിലനിന്നത് അതേപടി ആവർത്തിച്ചു കൊണ്ടിരിക്കുക, ഒരു പരിവർത്തനത്തിനും തയ്യാറാകാതിരിക്കുക. ഇത് ലോകത്ത് അക്രമത്തിനും അനാചാരത്തിനും കാരണമായിത്തീരുന്നു. നമ്മുടെ മുമ്പിൽ അനുഭവമാണ് ഇതൊക്കെ. എന്നാൽ യഥാർത്ഥത്തിലുള്ള ജ്ഞാനോപാസന ചെയ്യുന്നവർ, അറിവിനെ ഉപാസിക്കുന്നവർ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. എഴുതി മുഴുവിപ്പിച്ചതാണ്, ചിന്തിച്ചു തീർത്തതാണ് ഞങ്ങളുടെ ഈസം, ഞങ്ങളുടെ മതം എന്നവർ വാദിക്കില്ല. അവിടെയാണ് നേരത്തെ പറഞ്ഞത്, പുത്തൻ അറിവുകൾ കടന്നു വരട്ടെ എല്ലായിടത്തു നിന്നും. ഉപയോഗശൂന്യമാണ് എന്ന് ബോധ്യപ്പെട്ടവ കൊഴിഞ്ഞു പോകട്ടെ ഒരു പഴുത്ത ഇല കണക്കെ. ഇതായിരുന്നു ഹിന്ദുക്കളുടെ ചിന്താഗതി. കൂട്ടിച്ചേർക്കണം, വേണ്ടാത്തത് ഒഴിവാക്കണം. അങ്ങനെ മുന്നോട്ട് പോകുന്ന, നിരന്തരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്, ഒരു നദിയാണ്, ഗംഗ പോലത്തെ ഒരു നദിയാണ് ഹിന്ദു സംസ്കാരം. ഇറ്റ്സ് നോട്ട് ആൻ എൻഡ് പ്രൊഡക്റ്റ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ ഹിന്ദുത്വം എന്ന് പറഞ്ഞത് അതൊരു ആരോ അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു ഫലമൊന്നുമല്ല. ഇറ്റ്സ് എ പ്രോസസ്. ഇതൊരു പ്രക്രിയ, ഇതൊരു നിരന്തരമായ പ്രക്രിയ. ഇറ്റ്സ് നോട്ട് എ ഫിക്സഡ് റെവലേഷൻ. ഇത് ആരുടെയെങ്കിലും ഉള്ളിൽ, ഏതോ ഒരു വ്യക്തിയുടെ ഉള്ളിൽ എപ്പോഴോ ഉണ്ടായ ഒരു ഉൾവിളിയല്ല. ഇതൊരു നിരന്തര പ്രക്രിയയാണ്, ഇതൊരു അന്വേഷണമാണ്. ഏറ്റവും ശാസ്ത്രീയമായത് ഹിന്ദു സംസ്കാരം, ഹിന്ദു ദർശനമാണ് എന്ന് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇത് ഒരു വാശിയുടെ വിഷയമല്ല, ഇതൊട്ടും തന്നെ ഒരു കടുംപിടുത്തത്തിന്റെ പ്രശ്നവുമല്ല. ആയിരം വർഷങ്ങളായി ജീവിച്ചു പോന്ന പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ലോകത്തെ നിരന്തരം സമീപിച്ച ഒരു ജനത സൃഷ്ടിച്ചെടുത്തൊരു സംസ്കാരത്തിന്റെ സവിശേഷതയാണ്. ആ സവിശേഷതയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ 3 ശക്തികളെ ഉപാസിക്കുക എന്നത്. ധനത്തിന്റെ ശക്തിയെ, ഭൗതിക ജീവിതാഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള അഭിവാഞ്ച, ധന പൂജ, അത് തീർച്ചയായിട്ടും വേണ്ടതാണ്. ഹിന്ദുക്കൾ സമീപകാലത്ത് അത് മറന്നുപോയി. ഇടക്കാലത്ത് പലതിനും തെറ്റുകൾ സംഭവിച്ചു. ഹിന്ദു സംസ്കാരത്തിലും ഹിന്ദു സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ചില പിഴവുകൾ സംഭവിച്ചതുകൊണ്ട് ദാരിദ്ര്യമാണ് ജീവിതത്തിന്റെ മഹത്തായ മാതൃക എന്ന് സങ്കല്പിച്ചു പോയ ചില ആൾക്കാർ
ഈ ധനോപാസനയെ വേണ്ട എന്ന് വെച്ചു. ഇപ്പോ മറ്റു ചിലരുടെയൊക്കെ വീടുകളിലെ വിടുവണിക്കാരായി മാറേണ്ട ഗതികേട് ഇന്നത്തെ ഹിന്ദുക്കൾക്ക് ചിലർക്കെങ്കിലും ഉണ്ടായി. തീർച്ചയായിട്ടും വീണ്ടും ആ ലക്ഷ്മി പൂജയ്ക്ക്, യഥാർത്ഥത്തിലുള്ള ലക്ഷ്മി പൂജയിലൂടെ സമ്പന്നരായി മാറാൻ ഹിന്ദു സമൂഹം സന്നദ്ധരാകണം. അതിന് കൂട്ടായ പരിശ്രമം ഹിന്ദുക്കളുടെ ഉണ്ടാവണം. ഇന്നത്തെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന പിന്നാക്കാവസ്ഥയ്ക്ക് മുഖ്യമായ കാരണം വിജയദശമി ആഘോഷമൊക്കെ നമുക്ക് നിരന്തരം പറഞ്ഞു തന്നുകൊണ്ടിരുന്ന ഈ ത്രിശക്തിയുടെ ആരാധന നമ്മൾ മാറ്റിവെച്ചതാണ്. ഈ 3 ശക്തികളുടെയും ആരാധന, പൂജ. ലക്ഷ്മി പൂജ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ ശക്തിയുടെ പൂജ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ലോകത്ത് കരുത്തന്മാരാര് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളൂ, ഭാരതീയർ. അങ്ങനെയാണല്ലോ അലക്സാണ്ടറോട് ഗ്രീക്ക് യവന ചിന്തകന്മാർ പറഞ്ഞത്. കുറേയേറെ നാടുകൾ വെട്ടിപ്പിടിച്ചു കഴിഞ്ഞപ്പോ അലക്സാണ്ടർ വിചാരിച്ചു ഇനി എനിക്ക് വെട്ടിപ്പിടിക്കാൻ രാജ്യങ്ങളില്ല എന്ന്. വെട്ടിയെറിഞ്ഞൊട്ടനവധി രാജാക്കന്മാരുടെ ശിരസ്സുകൾ തുള്ളിത്തെറിക്കുന്ന കബന്ധങ്ങൾ നോക്കി പൊട്ടിച്ചിരിച്ചു അലക്സാണ്ടർ. പിന്നെ പൊട്ടിക്കരഞ്ഞു. എന്തിന്? ഇനി എനിക്ക് വെട്ടിയെറിയുവാൻ കഴുത്തുകളെവിടെ? ഇനി എനിക്ക് തോൽപ്പിക്കുവാൻ രാജാക്കന്മാരെവിടെ? എനിക്കിനി കത്തിച്ച് നശിപ്പിക്കുവാൻ കൊട്ടാരങ്ങളെവിടെ എന്ന് ചോദിച്ച് മഹാനായ അലക്സാണ്ടർ കരഞ്ഞുവത്രേ യവന ചിന്തകന്മാരുടെ മുമ്പിൽ. പരിഹാസത്തോടുകൂടി, ഒട്ട് സഹതാപത്തോടുകൂടി ലോകമറിയുന്ന ആ ചിന്തകന്മാർ അന്ന് അലക്സാണ്ടറോട് പറഞ്ഞു, ഇല്ല അലക്സാണ്ടർ, നീ കീഴടക്കിയിട്ടില്ല ലോകത്തെ. നീ എപ്പോഴാ കീഴടക്കിയെന്ന് പറയേണ്ടത്? എപ്പോഴാണോ ഭാരതം എന്ന നാടിനെ കീഴടക്കുന്നത് അപ്പോഴേ നിനക്ക് പറയാൻ കഴിയൂ. കാരണം കരുത്തിന്റെ പര്യായ പദം ആ നാടാ. ശക്തിക്കൊരു മറ്റൊരു പേരുണ്ടെങ്കിൽ അത് ഭാരതമാണ്. പോയി നോക്ക്, ഒന്ന് മുട്ടി നോക്ക്. തോൽപ്പിക്കാൻ കഴിയുമെങ്കിൽ അഭിമാനിച്ചോ, വേണമെങ്കിൽ അഹങ്കരിച്ചോ. ലോകത്തെ ഞാൻ കീഴടക്കിയെന്നു വന്നു. എങ്ങനെ തിരിച്ചുപോയി അലക്സാണ്ടർ എന്ന് ചരിത്രം എഴുതി വച്ചിട്ടുണ്ട്. ഭാരതത്തിലേക്ക് വന്ന് ഒരു മൂലയിലെത്തി ഒന്ന് കടിച്ചു നോക്കിയപ്പോൾ തന്നെ പല്ലുപോയി അലക്സാണ്ടറുടേത്. അതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു പോലും എന്ന് പറയാൻ കാരണം, ഭാരതത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ച് പറയേണ്ടി വരുന്ന മുഹൂർത്തങ്ങളിലൊക്കെ നെഹ്റുജി അത്ര നന്നായിട്ടല്ല ഭാരതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അലക്സാണ്ടറുടെ ആക്രമണത്തിന്റെ ഘട്ടമെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മഹാനെന്ന് കരുതപ്പെടുന്ന അലക്സാണ്ടർക്ക് ഭാരതത്തിലെ ഒരു പെറ്റി കിങ്ഡത്തിലെ പെറ്റി ചീഫ്റ്റിനെ പോലും പരാജയപ്പെടുത്താൻ പറ്റിയില്ല എന്നാണ്. പെറ്റി കിങ്ഡം, ഒരു ചെറുനാട്ടുരാജ്യം. അവിടുത്തെ ഒരു ചെറുനാട്ടുരാജാവ് പുരുഷോത്തമൻ, ആ പുരുഷോത്തമനെ പോലും കീഴടക്കാൻ സാധിക്കാതെ നടത്തിയ യുദ്ധങ്ങളിൽ ഏറ്റുപോയ മുറിപ്പാടുകൾ വേദനിപ്പിച്ചപ്പോൾ, ശരീരത്തെയല്ല മനസ്സിനെ വേദനിപ്പിച്ചപ്പോൾ, പരാജയബോധം ആ ധീരന്റെ മനസ്സിനെ വേട്ടയാടിയപ്പോ, ചിന്നിച്ചിതറിപ്പോയ ബുദ്ധിയും മനസ്സുമായി വന്ന വഴിയിലൂടെ പോലും തിരിച്ചു പോകാൻ ധൈര്യമില്ലാതെ മറ്റൊരു വഴി തേടി തിരിച്ചുപോയി അലക്സാണ്ടർ. വന്ന വഴിയിലൂടെ അല്ല അലക്സാണ്ടർ മടങ്ങിയത്, മടങ്ങാൻ കഴിയുമായിരുന്നില്ല. ആ പോണ വഴിയിൽ സ്വന്തം നാട്ടിൽ എത്തുന്നതിന് മുമ്പ് വഴിയിൽ വെച്ച് മരിക്കുകയും ചെയ്തു അലക്സാണ്ടർ. മനസ്സ് തകർന്നു. ഞാനിതിവിടെ സൂചിപ്പിക്കുന്നത് കരുത്തിന്റെ പര്യായമായിരുന്നു ഭാരതീയർ, ഹിന്ദുക്കൾ. ഇന്നത്തെ അവസ്ഥയോ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹിന്ദുക്കൾ വേണ്ടത്ര സംഘടിതരാണോ, ശക്തരാണോ? ആ കരുത്തിനെ പ്രകടിപ്പിക്കാനുള്ള ആത്മവിശ്വാസം ഇന്ന് പൊതു ഹിന്ദു സമൂഹത്തിന് കുറഞ്ഞു തുടങ്ങുന്നുണ്ടോ? വലിയൊരു അപകടത്തിലേക്കായിരിക്കും നാം നീങ്ങുക. ആത്മവിശ്വാസം കുറയുന്ന ഹിന്ദു ഭാരതത്തിന്റെ തകർച്ചയ്ക്ക് കാരണക്കാരായിത്തീരും. അതുകൊണ്ട് ഹിന്ദു സമൂഹം വീണ്ടും ആ കരുത്തിനെ ഉപാസിച്ചു തുടങ്ങണം, ശക്തിയെ ഉപാസിച്ചു തുടങ്ങണം. നമുക്ക് മുമ്പിൽ വെളിപ്പെടുന്ന ദേവതകളെ മുഴുവനൊന്ന് പരിശോധിച്ചു നോക്ക്. ഹിന്ദുക്കൾ ആരാധിക്കുന്ന 33 കോടി ദേവതകളെയും പരിശോധിച്ചു നോക്ക്. നമുക്കെല്ലാവർക്കും ഏത് സാത്വിക ദേവത എന്ന് പറഞ്ഞാലും ഏതെങ്കിലും ഒരു കയ്യിൽ ഒരു ചെറിയ ആയുധമെങ്കിലും ഇല്ലാത്ത, ഒരു ചെവിത്താണ്ടിയെങ്കിലും കയ്യിലെടുക്കാത്ത ഒരു ദൈവവും ഇല്ല നമ്മുടെ കയ്യിൽ. അവരെല്ലാവരും ശക്തിയെ ഉപാസിച്ചവരാണ്. അതാണ് നമ്മുടെ മാതൃക. ജീവിക്കാനത് വേണം. ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ശരീര പതാവിജതേ ന പ്രസിദ്ധേത അകർമ്മണഃ. ഈ ശരീരം എടുത്തു പോകുന്നതോടുകൂടി കർമ്മം ചെയ്തേ മതിയാവുള്ളൂ. ആ കർമ്മത്തിന് നൈപുണ്യം ആവശ്യമാണ്, കർമ്മത്തിന് കരുത്താവശ്യം. ഈ കരുത്തിനെ ഉപാസിക്കുന്ന കാര്യത്തിൽ നാം മറക്കാൻ പാടില്ല. വിദ്യയുടെ കാര്യവും അങ്ങനെ തന്നെ. ഇന്ന് അറിവ് നേടുവാൻ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പോകാൻ പറ്റിയ വിദ്യാലയങ്ങൾ പോലും ഇല്ലാത്ത ഗതികേടിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പഠിക്കാൻ പറ്റിയ വിദ്യാലയങ്ങൾ പോലും ഇല്ലാത്തത്.
ലോകം മുഴുവൻ വന്നു ഭാരതത്തിലേക്ക് ഒരു നാളിൽ വിദ്യ നേടാൻ, അറിവ് നേടാൻ. അനേകം ഗ്രന്ഥങ്ങളിൽ ഇവിടേക്ക് വന്നിട്ടുള്ള ആൾക്കാരെ കുറിച്ചുള്ള വർണ്ണനകളുണ്ട്. സാഹിറാനും ഹുയൻസാങ്ങും ഒക്കെ എന്തിന് സാക്ഷാൽ ജീസസ് ക്രൈസ്റ്റ് പോലും ഭാരതത്തിലാണ് വന്ന് വിദ്യ നേടിയത് എന്ന് ചരിത്രകാരന്മാർ സമർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ 2.5-3 പതിറ്റാണ്ട് കാലം ജീസസ് ക്രൈസ്റ്റ് സ്വന്തം നാട്ടിൽ ഉണ്ടായിരുന്നില്ല. വർണ്ണന ബൈബിളിലും കാണാൻ കഴിയുന്നില്ല. എവിടെയായിരുന്നു എന്ന് വിശദീകരിക്കുന്നുമില്ല. ജീവിച്ചത് ഭാരതത്തിലാണ്, തക്ഷശില സർവകലാശാലയിലാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ഇരിക്കട്ടെ, ഒരു ഉദാഹരണം എന്ന നിലയിൽ, ഒരു പ്രതീകം എന്ന നിലയിൽ കണ്ടാൽ മതി. ലോകത്തെമ്പാടുമുള്ളവർ അറിവ് തേടി വന്നത് ഭാരതത്തിലാണ്. ആ വിദ്യാലയങ്ങൾ, സർവകലാശാലകൾ പടുത്തുയർത്തിയ, നളന്തയും തക്ഷശിലയും വിക്രമശിലയും ഒക്കെ പടുത്തുയർത്തിയ ഭാരതീയർ ഹിന്ദുക്കൾ ഇന്ന് സ്വന്തം പിന്മുറക്കാരെ പഠിപ്പിക്കുവാൻ വിദ്യാലയമില്ലാതെ, സർവകലാശാലയില്ലാതെ, അവിടെ പ്രവേശിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. മാറ്റമുണ്ടാകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാം ഉറക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിജയലക്ഷ്മി നമുക്ക് തരുന്ന ഇന്നത്തെ ഈ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളോട് പൊരുതി മുന്നോട്ട് പോകുന്ന ഹിന്ദു സമൂഹത്തിന്റെ മുമ്പാകെ തരുന്ന സന്ദേശം ഇതൊക്കെയാണ്. ആ ഐതിഹ്യത്തെ നമ്മൾ വായിച്ചെടുക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. എപ്രകാരമാണ് നമുക്ക് ഈ അറിവും കരുത്തും ധനവും ഉള്ള സമ്പന്നമായ സമർത്ഥമായ ഒരു ജനതയായി മാറാൻ കഴിയുക? അതിന് കഴിയണം എന്നുണ്ടെങ്കിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് ദേവി നമുക്ക് പറഞ്ഞു തരുന്ന സംഘടനയുടെ തത്വം നാം ഉൾക്കൊള്ളണം. ഭേദചിന്തകളെ എല്ലാം മാറ്റി ജാതിയുടെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ ചേരിതിരിവുകൾ ഇല്ലാതെ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി മാറും എങ്കിൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ധനോപാസന ചെയ്യുന്ന, ധനാർജനം നടത്തുന്ന, കരുത്തിനെ പൂജിക്കുന്ന കരുത്തരായ, അറിവിനെ പൂജിക്കുന്ന അറിവാളരായ ഹിന്ദു ജനത ഉയർന്നു വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ചേ മതിയാവുകയുള്ളൂ. ദേവിയുടെ ഐതിഹ്യ കഥയും ആ ഒരുമിക്കലിന്റെ ചരിത്രമാണ് പറയുന്നത്. ഒരുമിക്കലിന്റെ ത്രിമൂർത്തികളും അവരുടെ ശക്തികൾ, 33 ദേവതകളും അവരുടെ ശക്തി ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിച്ചപ്പോഴാണ് പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്ന മഹാശക്തിയുടെ ഉദയമുണ്ടാകുന്നത്. ദേവി അവതരിക്കുന്നത് അപ്പോഴാണ്. ചിന്നിച്ചിതറി പലയിടത്തേക്കായി ദേവതകളുടെ ശക്തി കഴിഞ്ഞ കാലത്ത് അധർമ്മം ഇവിടെ കൊടികുത്തി വാണു, മഹിഷാസുരന്റെ രൂപത്തിൽ. ഇതിനേക്കാളും മനോഹരമായ ഒരു പ്രതീകം കൊടുക്കുവാനില്ല. അജ്ഞാനത്തിന്റെയും അന്ധകാരത്തിന്റെയും അധർമ്മത്തിന്റെയും ആസുരികതയുടെയും രൂപത്തിന് നമ്മുടെ ആ പൂർവികന്മാർ കൊടുത്ത രൂപം മഹിഷത്തിന്റെ തലയോട് കൂടിയിട്ടുള്ള രാക്ഷസനാണ്. പോത്ത്, നമ്മൾ സാധാരണ പറയില്ല, വെറും പോത്തടിയൻ എന്ന് പറയും. അപ്പൊ പോത്തെന്ന് പറയുമ്പോൾ വിവരമില്ലാത്തവൻ, ഒരു തരത്തിലുള്ള മുൻപിൽ നോക്കാത്തവൻ, അക്രമം മാത്രം നടത്തുന്നവനെ ഒക്കെ ഉപമിക്കാൻ പറ്റും. ഇന്നും അത് തന്നെയാണല്ലോ പ്രയോഗിക്കുന്നത്. ഇവൻ വെറും പോത്താണ് എന്ന് പറയും. അങ്ങനത്തെ ഒരു പോത്ത്, അവന്റെ പേര് തെളിച്ചിരുന്നതോ 1000 കഴുതകൾ. അതും ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുക. ജനാധിപത്യത്തിന്റെ പുത്തൻ വ്യാഖ്യാനം വെച്ച് നോക്കുമ്പോ പല മഹിഷങ്ങളും ചേർന്ന്, മഹിഷികളും ചേർന്ന് നമ്മളെ നയിക്കുകയാണ്. അവരെ പിന്തുണയ്ക്കുവാൻ ഈ 540ന്റെ പകുതിയിൽ കൂടുതൽ കഴുതകളും, പകുതിയിൽ കൂടുതൽ ഉണ്ടായാൽ മതി. 540 എണ്ണം അവിടെ ഉള്ളതിൽ പകുതിയിൽ കൂടുതലുള്ള കഴുതകൾ തെളിക്കുന്ന പേരിൽ മനുഷ്യങ്ങളോ മഹിഷികളോ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ അവസ്ഥയാ അന്നും ഉണ്ടായിരുന്നു. വെറുതെ ഒരു രൂപകൽപ്പന നടത്തിയതല്ല നമ്മുടെ പൂർവികന്മാർ. ആലോചിച്ച് നോക്കൂ. അധർമ്മത്തിന്, അഹങ്കാരത്തിന്, അറിവില്ലായ്മയ്ക്ക്, വിവരദോഷത്തിന്, മുൻപിന്നോക്കായികയ്ക്ക്, ക്രൂരതയ്ക്ക് ഒക്കെ കൊടുക്കുവാൻ പറ്റുന്ന, വെട്ടാൻ വരുന്ന പോത്തിനോട് വേദമോദനോ എന്നൊക്കെയുള്ള ചോദ്യത്തിനകത്ത് ആ പോത്ത് എന്ന് പറയുന്ന സാധനം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പേര് തെളിച്ച് നയിച്ചുകൊണ്ടിരിക്കുന്ന കഴുത, വെറുതെ പറയേണ്ട ആവശ്യമില്ല. അതായിരുന്നു സ്ഥിതി. എന്തുകൊണ്ടാണ് ഈ പോത്തും കഴുതയും ചേർന്ന് നമ്മളെ നയിച്ചുകൊണ്ടിരുന്നത്? നയിച്ചതിന്റെ കാരണം സത്ശക്തികൾ, ദൈവിക ശക്തികൾ ചിന്നിച്ചിതറിയ കിടന്നിരുന്നു. ദൈവിക ശക്തികൾ, സത്ശക്തികൾ പലയിടങ്ങളിലായി ചിതറിക്കിടന്നിരുന്നു. അത് ഒരുമിച്ചാൽ മാത്രമേ. ഈ ദേവതകൾ ഓരോരുത്തരും കങ്കേമന്മാർ തന്നെയാണ്, ഒറ്റയ്ക്ക് പലതും നേടാൻ കഴിവുള്ളവരുമാണ്. പക്ഷേ ചിതറി നിന്നാൽ അവർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന സന്ദേശമാണ് ദേവിയുടെ തിരുവവതാര കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ഇടയ്ക്കുള്ള അകലം കുറയുമ്പോഴാണല്ലോ കരുത്തുണ്ടാവുക. ശാസ്ത്രവും അതല്ലേ പറയുന്നത്.
വായുവിനെന്താണ് സ്വയം കരുത്തില്ലാത്തത്? വേറെ ഏതെങ്കിലും ബാഹ്യശക്തിയുടെയോ താപത്തിന്റെയോ മറ്റോ പ്രേരണയാൽ അന്തരീക്ഷത്തിൽ സമ്മർദ്ദത്തിന് വ്യത്യാസം വരുമ്പോൾ കാറ്റുണ്ടാകുമായിരിക്കാം. വായു സ്വയം കാറ്റായൊന്നും മാറുന്നില്ല. വായുവിന് അങ്ങനെ ഒരു കരുത്തുള്ളതായി നമുക്ക് അനുഭവിക്കാനും കഴിയുന്നില്ല. എന്തുകൊണ്ട്? വായുവിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളായ മോളിക്യൂൾസ്, തന്മാത്രകൾക്ക് തമ്മിൽ അകലം കൂടുതലാണ്. അത് ഒരുമിച്ചല്ലായിരിക്കുന്നത്. എപ്പോഴാണോ ഈ അകലം കുറഞ്ഞു വരുന്നത്, പതിയെ പതിയെ ആ പദാർത്ഥത്തിന് കരുത്തുണ്ടായി തുടങ്ങും, പ്രഹരശേഷി ഉണ്ടായി തുടങ്ങും. വായുവിന്റെ തന്മാത്രകൾ അടുത്തു തുടങ്ങിയാൽ അത് ദ്രാവക പദാർത്ഥമാവും, വ്യാപകമാവും. മാറ്ററിന്റെ അടുത്ത സ്റ്റേജ് ജലത്തിന്റെ. വീണ്ടും അതടുത്തു വന്നാലോ, ജലത്തിന് ദ്രാവകത്തിനുള്ളതിനേക്കാൾ കൂടുതൽ കരുത്തുള്ള ഖരപദാർത്ഥങ്ങൾ, അത് പ്രഹരശേഷിയുള്ള, ആഘാതശേഷിയുള്ള ഖരപദാർത്ഥങ്ങളായിട്ട് മാറി. ഇതേപോലെ സത്ശക്തികളെ ഒരുമിച്ച് കേന്ദ്രീകരിക്കുന്നതിലൂടെ മാത്രമേ ധർമ്മത്തെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇത് പുറത്തുള്ള കേന്ദ്രീകരണം മാത്രമാണോ? ബാഹ്യമായ സംഘാടനം മാത്രമാണോ? അല്ല. ഈ വിജയദശമിയുടെ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്കുള്ളിലുള്ള സത്ശക്തികളെ ഉണർത്തുകയും അതിനെ കേന്ദ്രീകരിക്കുകയും വേണം, അതിനെ ഏകീകരിക്കുകയും വേണം. ഇതൊരു തപസ്സിന്റെ കാലമാണ്. ഈ നവരാത്രി എന്ന് പറയുന്നത് ഒരു സവിശേഷമായ തപസ്സിന്റെ സാധനയുടെ കാലഘട്ടമാണ്, ഒരു ഉപാസനയുടെ കാലമാണ്. ഈ നവരാത്രങ്ങളും നമ്മൾ ശ്രമിക്കേണ്ടതെന്തിനാ? നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഏതെല്ലാമോ പൊത്തുകളിൽ നാം തന്നെ അറിയാതെ ഒളിച്ചു വെച്ചിട്ടുള്ള ദിവ്യായുധങ്ങൾ മുഴുവൻ പുറത്തെടുക്കണം. ഇതേപോലൊരു വിജയദശമി ദിവസമാണ് പാണ്ഡവന്മാർ അവരുടെ ദിവ്യായുധങ്ങൾ ശമീവൃക്ഷത്തിന്റെ അഗാധമായ പൊത്തുകളിൽ നിന്ന് വീണ്ടെടുക്കുന്നത്. വിരാട രാജ്യത്തിലെ അവരുടെ അജ്ഞാതവാസത്തിന്റെ അവസാന ദിവസം ദുര്യോധനന്റെ നേതൃത്വത്തിലുള്ള കൗരവപ്പട വിരാട രാജ്യം ആക്രമിക്കുന്നതിന് കാരണം ഇവിടെ തന്നെയാണ് അജ്ഞാതവാസത്തിൽ പാണ്ഡവർ കഴിയുന്നത്. അവരെ കണ്ടെത്തിക്കഴിഞ്ഞാൽ വീണ്ടും അവർ 14 വർഷത്തിന് കാട്ടിൽ പോകണം, വനവാസത്തിന് പോകണം, പിന്നെയും നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കാം എന്ന് കരുതി സമയം ചിട്ടപ്പെടുത്തി പോയതാണ്. പക്ഷെ ഇത്തിരി വൈകിപ്പോയി. അജ്ഞാതവാസത്തിന്റെ 365 ദിവസം പൂർണ്ണമായ ദിവസമായിരുന്നു. പാണ്ഡവരും കാത്തിരിക്കുകയായിരുന്നു ഇവരെ ഈ ക്രൂരത ചെയ്തതിന്. വരാൻ പോകുന്ന മഹായുദ്ധത്തിന്റെ ഒരു റിഹേഴ്സൽ നടത്താൻ കാത്തിരിക്കുകയായിരുന്നു അവർ. അതിന് തയ്യാറായി. ആദ്യം ചെയ്ത പ്രവൃത്തി എന്താ? അജ്ഞാതവാസത്തിന്റെ ആരംഭ ദിവസം അവർ ശമീവൃക്ഷത്തിന്റെ വൻ പൊത്തുകൾക്കുള്ളിൽ അവരുടെ ദിവ്യായുധങ്ങൾ, ഗാന്ധീവം ഉൾപ്പെടെയുള്ള ദിവ്യായുധങ്ങൾ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ദേവതത്വവും പൗണ്ഡവവും പോലുള്ള ദിവ്യ സംഘങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഇക്കാലം അത്രയും അത് തൊട്ടിട്ടേ ഇല്ല. അപ്പോഴാണ് ഓർമ്മ വരുന്നത് ഈ കൗരവരെ നേരിടാൻ ഈ ദിവ്യശക്തിയുള്ള ആയുധങ്ങൾ വേണം എന്ന്. അവരാ ശമീവൃക്ഷത്തിൽ പോയി പ്രാർത്ഥിച്ച് ആ പൊത്തുകളിൽ നിന്ന് ആയുധങ്ങൾ വീണ്ടെടുക്കും. യുദ്ധം നടക്കുന്നു. മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്ത അത്രയും പടയാളികൾ ശത്രുപക്ഷത്തുണ്ടായിട്ടും ഇപ്പുറത്ത് യാദവ പടയുടെ ഒന്നും സഹായമില്ലാതെ 5 പേർ മാത്രം ചേർന്ന് ഈ കൗരവപ്പടയെ മുഴുവൻ തോൽപ്പിച്ചു. ആ കഥ നമുക്ക് മഹാഭാരതത്തിൽ കേൾക്കാം, മനസ്സിലാക്കിയിട്ടില്ല. അതിന്റെ ആ ആരംഭത്തിൽ നടക്കുന്ന ആ പ്രക്രിയയില്ലേ, ശമീവൃക്ഷത്തിന്റെ പൊത്തുകളിൽ നിന്ന് ദിവ്യായുധങ്ങളെ വീണ്ടെടുക്കുക. ഇത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട മുഹൂർത്തമാണ് വിജയദശമിയുടെ ദിവസം. അടിസ്ഥാനപരമായി നമ്മുടെ ഉള്ളിൽ ശക്തിയുണ്ട്. എവിടുന്നും പുതുതായി ശക്തി നമുക്ക് കിട്ടേണ്ടതില്ല. ജന്മന നമ്മൾ ദിവ്യരാണ്. ജന്മന നമ്മൾ അമൃതത്വത്തിന്റെ കിടാങ്ങളാണ്, പാപികളല്ല. നേരത്തെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെയുള്ള ചില മതക്കാരൊക്കെ പറയുന്നത്, മനുഷ്യ നീ മണ്ണാകുന്നു, കല്ലാകുന്നു, പാറയാകുന്നു, അതിന്റെ മേലെ ഞാൻ എന്തെങ്കിലുമൊക്കെ പണിയും എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇങ്ങനെ അവർക്ക് എന്തെങ്കിലുമൊക്കെ പണിയാൻ വേണ്ടി പാറയായി കിടന്നു കൊടുക്കേണ്ടവനല്ല മനുഷ്യൻ. എന്നും മുട്ടിപ്പേറായി പ്രാർത്ഥിക്കുന്ന ആളുമല്ല അവൻ. പാപമേറ്റുപറച്ചിലിന്റെ ജീവിതമാക്കി മാറ്റുന്ന കുറ്റബോധത്തിന്റെ നീറുന്ന നിലവുകളിൽ മരണം വരെ കഴിയാൻ വിധിക്കപ്പെട്ടവനുമല്ല മനുഷ്യൻ. മനുഷ്യൻ ദിവ്യതയുടെ അരിമക്കിടാങ്ങളാണ്. അമ്മ പറയാറുള്ളത് പോലെ, ജഗത് ചക്രവർത്തിനിയായ അമൃതാനന്ദമയി ദേവി പറയുന്നത് പോലെ അമൃതത്വത്തിന്റെ കിടാങ്ങളാണ്. അതുകൊണ്ട് അമ്മ എപ്പോഴും പറയുന്നത് അമൃതക്കിടാങ്ങളെ എന്ന്. വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട്, ലോകത്തൊറ്റ പാപമേ ഉള്ളൂ, അമൃതത്വത്തിന്റെ കിടാങ്ങളായ ദിവ്യാംശങ്ങളായ മനുഷ്യനെ കയറി പാപി എന്ന് വിളിക്കുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ പാപം. നമ്മുടെ ഉള്ളിൽ ആ ദിവ്യത്വമുണ്ട്. പ്രശ്നം നമ്മളത് തിരിച്ചറിയുന്നുണ്ടോ?
ഉപാസനയിലൂടെ, സാധനയിലൂടെ അതിനെ തോറ്റി ഉണർത്തുന്നുണ്ടോ എന്നതാണ്. തോറ്റമ്പാടി ദേവതയെ ഉണർത്തില്ലേ? ആ തോറ്റി ഉണർത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ നമ്മുടെ ഉള്ളിലെ ആ ദേവതാ ശക്തികളെ? കഴിയുമെങ്കിൽ നമുക്ക് ദിവ്യാത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും. അത്തരം മുഹൂർത്തത്തിലാണ് മനുഷ്യ തൂ ബഡാ മഹാനുഹേ എന്ന് പറഞ്ഞ പാട്ടൊക്കെ പ്രസക്തമാകുന്നത്. നിന്റെ കൈക്കുടന്നയ്ക്കുള്ളിൽ പ്രപഞ്ചത്തെ മുഴുവൻ കിടുകിടാ വിറപ്പിക്കുവാൻ പോകുന്ന കൊടുങ്കാറ്റ് ഒളിഞ്ഞിരിക്കുന്നു. നിന്റെ ഭുകുടി മധ്യത്തിൽ പ്രപഞ്ചത്തെ മുഴുവൻ തന്നെ ഭസ്മമാക്കാൻ പോകുന്ന ആ സാക്ഷാൽ കാലകാലനായ പരമശിവന്റെ ആ കാലാനലൻ ഒളിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഈ അർത്ഥത്തിലാണ്. നമ്മുടെ ഉള്ളിലുണ്ട് ആ ശക്തി. അതിനെ ഉണർത്തണം ഉപാസനയിലൂടെ, സാധനയിലൂടെ. സംഘത്തിന്റെ ഭാഷ ഉപയോഗിച്ച് പറഞ്ഞാൽ നിത്യശാഖയിലെ കാര്യക്രമങ്ങളാകുന്ന ഉപാസനയിലൂടെ അതിനെ തോറ്റി ഉണർത്തണം. പാണ്ഡവർ ചെയ്തത് അത്തരം ഒരു ഉണർത്തലാണ്. ശമീവൃക്ഷത്തിന്റെ മരത്തിന്റെ മുകളിൽ കയറി കുറെ ആയുധം എടുത്തു എന്നുള്ള കഥ അങ്ങനെ ബാഹ്യാർത്ഥത്തിൽ കാണേണ്ടതല്ല. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ശമീവൃക്ഷ പൊത്തുകളിലാണ് ആ ദിവ്യായുധങ്ങളുള്ളത്. അതിന് വീണ്ടെടുക്കണം. ഇതൊരു വീണ്ടെടുപ്പിന്റെ ഉത്സവം കൂടിയാണ് വിജയദശമി. നമ്മൾ നമ്മളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവണം. ഇതിനപ്പുറം മറ്റൊരു തത്വം കൂടി ഈ സന്ദർഭത്തിൽ, വിശേഷിച്ച് ഈ പ്രദേശത്തൊക്കെ ജീവിക്കുന്ന ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട തത്വം കൂടിയുണ്ട്. ഇതേ വിജയദശമി ദിവസമാണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭു കടല് കടന്ന്, അതിർത്തിയും കടന്ന് ശത്രുവിന്റെ നാട്ടിലേക്ക് അങ്ങോട്ടെത്തി യുദ്ധം ചെയ്ത് അധർമ്മത്തിന്റെ പ്രതിരൂപമായ രാവണനെ പരാജയപ്പെടുത്തിയത്. രാമൻ കാത്തിരുന്നില്ല രാവണൻ ഇങ്ങോട്ട് വരാൻ. രാമൻ പ്രതീക്ഷിച്ചിട്ടുമില്ല ശത്രു എന്റെ നാട്ടിലേക്ക് എത്തട്ടെ എന്ന്. വർത്തമാനകാല ഭാരതത്തെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അതിർത്തി കടന്ന് ശത്രുക്കൾ ചീനന്മാരും പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും അഫ്ഗാനികളുമൊക്കെ നുഴഞ്ഞു കയറുകയാണ് ഭാരതത്തിന്റെ ഉള്ളിലേക്ക്. കഴിഞ്ഞ ഒരു വർഷത്തിന്റെ ഉള്ളിൽ 20-ലേറെ തവണ ഭാരതത്തിന്റെ അതിർത്തി ലംഘിച്ച് ചീനപ്പട അകത്തേക്ക് കയറി കഴിഞ്ഞിരിക്കുകയാണ്. അത് പാക് ഒക്കുപൈഡ് കാശ്മീർ വഴിക്ക്, കാർഗിൽ വഴിക്ക്, നോർത്ത് ഈസ്റ്റ് ഏരിയ വഴിക്ക് ഉള്ളിലേക്ക് കടക്കുകയും ചീനർക്ക് ആവശ്യമായിട്ടുള്ള ആയുധപാളയങ്ങൾ പോലും സൃഷ്ടിക്കുന്നു എന്ന് നമ്മൾ കേൾക്കുന്നു. നമ്മുടെ ഭരണാധികാരികൾ എന്താ പറയുന്നത്? വരട്ടെ, നോക്കാം, കുറച്ചുകൂടി ഉള്ളിലേക്ക് വരട്ടെ, അപ്പൊ കാണിക്കാം നമ്മുടെ ശക്തി എന്നാണ്. അങ്ങനെ കാണിക്കാൻ സാധിക്കുമോ ആർക്കെങ്കിലും ശക്തി? സിനിമയിൽ കാണിക്കാൻ പറ്റിയേക്കും. സിനിമയിൽ വില്ലന്റെ ഇടി മുഴുവൻ കൊണ്ട് നിലത്ത് വീണ് ചോരയൊക്കെ തുപ്പിക്കഴിയുമ്പോൾ മോഹൻലാലൊക്കെ അപ്പോഴാണ് പഴയകാലമൊക്കെ ഓർമ്മ വരിക. ഓർമ്മ വന്നിട്ട് ഈ ചോരയൊക്കെ ഒന്ന് തുടച്ചിട്ട് എന്റെ കുടുംബപര ദേവതകളെ, എന്റെ ലോകനാർക്കാവിൽ അമ്മേ എന്നൊക്കെ വിളിച്ചിട്ട് പിന്നെ ഇടി നടത്താം എന്ന് വിചാരിക്കുന്നത് സിനിമയിൽ മാത്രമേ നടത്തുള്ളൂ. ഒരു ലോകത്തും ഒരു കാലത്തും യുദ്ധവിജയത്തിന് പറ്റിയ ഏർപ്പാടല്ല ഈ വിളി. വിളിക്കണമെങ്കിൽ ആദ്യം വിളിച്ചോളാം യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ്. എന്നിട്ടോ യുദ്ധം നടക്കേണ്ടത് ശത്രുവിന്റെ മണ്ണിലായിരിക്കണം. പോരാട്ടം നടക്കേണ്ടത് ശത്രുവിന്റെ മണ്ണിലായിരിക്കണം. അല്ലാതെ നമ്മുടെ ഭൂമിയിൽ വെച്ച് യുദ്ധം നടന്നിട്ടെന്താ കാര്യം? മുൻകൂട്ടി കാണാൻ കഴിയണം അക്രമകാരിയുടെ ചലനങ്ങൾ. ആ ചലനങ്ങളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ അതിർത്തിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കാതെ, കോട്ട കെട്ടി അതിന്റെ ഉള്ളിൽ ഭീരുവിനെ പോലെ കഴിഞ്ഞുകൂടാതെ, കോട്ടയൊക്കെ ഭേദിച്ച് സീമകളെ ലംഘിച്ച് ശത്രുവിന്റെ മണ്ണിലേക്ക് അങ്ങോട്ട് കടന്നു ചെന്ന് ആക്രമണം നടത്താൻ കഴിയുമ്പോൾ മാത്രമേ, മുൻതുടക്കം നടത്തുന്നവന് മാത്രമേ വിജയിക്കാൻ സാധിക്കൂ. യുദ്ധം അനിവാര്യമായി കഴിഞ്ഞാൽ പിന്നെ അതാണ് വേണ്ടത്. ഇന്ന് ഹിന്ദുവിന് സംഭവിച്ചിട്ടുള്ളത്, ഭാരതീയർക്ക് മൊത്തത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഉൾവലിയലിന്റെ, ഒരു പിന്മാറ്റത്തിന്റെ, ഒരു തരം ഭീരുത്വത്തിൻ്റെതായ യുദ്ധനീതിയാണ് ഉപയോഗിക്കുന്നത്. അത് ഒരു കൊടുംനാശത്തിലേക്ക്, ഒരു സമ്പൂർണ്ണ നാശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുക മാത്രമേ ചെയ്യുകയുള്ളൂ. ഇതപര്യന്തമുള്ള ഭാരതത്തിന്റെ ചരിത്രം നമുക്കതാണ് പറഞ്ഞു വരുന്നത്. ഇങ്ങനെ ഏകീകരണത്തിന്റെ, ബാഹ്യവും ആന്തരവുമായ ശക്തികളുടെ ഏകീകരണത്തിന്റെ ഉത്സവം, നമ്മുടെ തന്നെ ഉള്ളിലുള്ള ദിവ്യമായ ആയുധങ്ങൾ, ശക്തികൾ, ദേവതാ മൂല്യങ്ങൾ, അതിനെ തോറ്റി ഉണർത്തുന്ന, പാടി ഉണർത്തുന്ന, ഉപാസന ചെയ്ത് ഉണർത്തുന്ന ഉത്സവം. സ്വന്തം അതിർത്തി സ്വയം നിശ്ചയിച്ചൊരു അതിർത്തിക്കുള്ളിലേക്ക് ഒതുങ്ങുന്നതിന് പകരം ആത്മവിശ്വാസത്തോടെ, പരാക്രമബോധത്തോടെ അതിർത്തിയെ ലംഘിച്ച്, സീമയെ ലംഘിച്ച് മുന്നോട്ട് പോകുന്ന ഉത്സവം. വിജയദശമിക്ക് ഈ പല ഭാവങ്ങളുമുണ്ട്. അതുകൊണ്ട് ഭാരതത്തിന്റെ ഭിന്നഭാഗങ്ങളിൽ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ഈ വ്യത്യസ്ത ഉത്സവങ്ങൾ ആഘോഷിക്കുന്നത് കാണാൻ കഴിയും.
ഉത്തരേന്ത്യയിൽ ചില ഭാഗത്ത് ഇത് ദശറയാണ്. രാവണനെ നശിപ്പിക്കുന്ന ഈ പന്തങ്ങൾ അമ്പായി എയ്ത് കത്തിച്ചു നശിപ്പിക്കുന്ന ദശറയുടെ ഉത്സവങ്ങളാണ്. ചിലയിടത്തത് ദുർഗയുടെ കരുത്തിന്റെ ആരാധനയുടെ ഉത്സവങ്ങളാണ്. വേറെ ചിലയിടത്ത് പാണ്ഡവരുടെ ആ യുദ്ധവിജയത്തെ ഓർമ്മിപ്പിക്കുമാറ് ശമീവൃക്ഷത്തിന്റെ ഇലകൾ പരസ്പരം വിതരണം ചെയ്യുന്ന ഉത്സവമാണ്. ഇവിടെ ഈ തെക്കൻ ഭാഗത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ, ഇത് സരസ്വതി ദേവിയുടെ ഉപാസനയുടെ സന്ദർഭമാണ്. ഈ വ്യത്യസ്ത ആശയങ്ങളെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം, നമുക്ക് വിജയിക്കാൻ കഴിയണം. സ്വാഗത പ്രസംഗത്തിൽ ജില്ലാ കാര്യവാഹ് സൂചിപ്പിച്ചതുപോലെ ഇത്തരമൊരു അതുല്യമായ സമാനതകളില്ലാത്ത പുണ്യദിനത്തിൽ തന്നെയാണ് ഡോക്ടർ ജിക്ക് സംഘം സ്ഥാപിക്കുവാൻ തോന്നിയത്. അതെങ്ങനെ തോന്നി? ഡോക്ടർ ജി മുഹൂർത്തമൊന്നും വെച്ച് നോക്കിയിട്ടുണ്ടാവില്ല. ഇതൊരു ഐതിഹാസികമായ മഹത്തരമായ പുണ്യമുഹൂർത്തമാണ്. ഈശ്വരന്റെ നിയോഗമുണ്ട് അതിന്റെ പിന്നിൽ. അങ്ങനെ സംഭവിക്കുള്ളൂ. അങ്ങനെ സംഘസ്ഥാപനം ആ പുണ്യമുഹൂർത്തത്തിൽ തന്നെ നടന്നു. സംഘത്തിന്റെ പ്രവർത്തനം ഇതുവരെ വിശദീകരിച്ച വിജയദശമിയുടെ ആ തത്വങ്ങളുമായി എത്ര കണ്ട് ചേർന്നു പോകുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആദ്യവും അവസാനവും സംഘം പറയുന്നത് സംഘടനയാണ് ശക്തി എന്നതാണ്. ഭേദചിന്തകൾ മാറ്റി നിർത്തിക്കൊണ്ട് ഹിന്ദുക്കൾ ഒരുമിക്കണം. ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരുകൾ പറഞ്ഞ് മാറി മാറി നിൽക്കാതെ ഹിന്ദു സമൂഹം ഈ രാഷ്ട്രത്തിന്റെ അഭ്യുന്നതിക്ക് വേണ്ടി ഒരുമിക്കണം. സവർണനെന്നോ അവർണ്ണെന്നോ ഭേദമില്ലാതെ ഒരുമിക്കണം. അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ക്ഷേത്രങ്ങളുടെ ആരാധന എല്ലാ വിഭാഗം ആൾക്കാർക്കും അവകാശപ്പെട്ടതാണ്. പോയി പൂജയിൽ പങ്കെടുക്കാൻ മാത്രമല്ല, സംഘം പറയുന്നു പൂജ ചെയ്യാനുള്ള അധികാരവും ഹിന്ദു സമൂഹത്തിന് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ക്ഷേത്രങ്ങളുടെ ഭരണ സംവിധാനം ചില ആൾക്കാരൊക്കെ ഇപ്പോഴും കരുതിപ്പോരുന്നു ഇത് ഞങ്ങളുടെ കുലത്തിന്റെ ഉത്തരവാദിത്വം മാത്രമാണ്, അത് ഞങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന്. ഇരിഞ്ഞാലക്കുടയ്ക്കടുത്ത പാലാഴി എന്ന് പറയുന്നതായൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ഇപ്പോഴും ചിലയിടങ്ങളിലൊക്കെ അങ്ങനെ ചില ക്ഷേത്രങ്ങളുണ്ട്. അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു, വലിയ പണ്ഡിതനൊക്കെയാണ്, സംസ്കൃത പണ്ഡിതനാണ്. പക്ഷേ ആ പാണ്ഡിത്യത്തെ അദ്ദേഹം സ്വന്തം കുടുംബ മഹത്വത്തിന് വേണ്ടി ഉപയോഗിച്ചു. എന്നിട്ട് അദ്ദേഹം വേദത്തിൽ പറയാത്ത, ഉപനിഷത്തിൽ പറയാത്ത കാര്യങ്ങൾ തനിക്ക് അനുകൂലമായി വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ക്ഷേത്രത്തിൽ ഉള്ളിൽ കയറി പൂജിക്കുവാൻ ഒരു ജാതി വിഭാഗത്തിന് മാത്രമേ, ഉന്നത ജാതി വിഭാഗത്തിന് മാത്രമേ, ബ്രാഹ്മണർക്ക് മാത്രമേ കഴിയൂ. വഴിപാട് നാലമ്പലത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് തരാൻ തൊട്ടു താഴെ നിൽക്കുന്ന നായന്മാർക്ക് മാത്രമേ കഴിയൂ. അടുത്ത ജാതിയിൽപ്പെട്ട ആൾക്കാരെ നാലമ്പലത്തിന് പുറത്തു നിൽക്കണം. അവർക്ക് പൈസയൊക്കെ കൊടുക്കാം പുറത്തുനിന്ന്. അത് പിന്നെ വെള്ളമൊക്കെ തെളിച്ച് തീർത്ഥമൊക്കെ തെളിച്ച് പുണ്യമാക്കിയിട്ട് അകത്ത് ഉപയോഗിക്കും. അവർക്ക് അതിനകത്ത് കയറാൻ പറ്റില്ല, പ്രസാദം നേരിട്ട് വാങ്ങാൻ കഴിയില്ല, ദേവതയെ ഒന്ന് കണ്ട് തൊഴാനും കഴിയില്ല. ഇതിനൊക്കെ വേദപ്രാമാണ്യമുണ്ട് എന്നാണ് മൂവേ കൃഷ്ണവാര്യർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, മൂവേ കൃഷ്ണവാര്യർ എന്ന് പറയുന്ന ആ പണ്ഡിതൻ കുറച്ചു കാലം മുമ്പ് പറഞ്ഞത്. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ സംഘശാഖ ആ പ്രദേശത്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ തത്വമനുസരിച്ച് ഹിന്ദുക്കളിൽ ഈ ചേരിതിരിവ് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ആരാണ് വേദം ചമച്ച വേദവ്യാസൻ? മുക്കുവത്തിദാസിക്ക് പിറന്ന കൃഷ്ണദൈവായനാണ്. ഏത് വമ്പൻ ജാതിയിൽപ്പെട്ട ആളാണ് വാൽമീകി? എല്ലാവർക്കും ആരാധ്യമായ രാമായണം രചിച്ച് നമുക്ക് തന്ന വാൽമീകി മഹർഷി ജാതി ഏതെന്ന് പോലും അറിയാത്ത കാട്ടാള ജാതിയിൽപ്പെട്ട ആളാണ്. ആരായിരുന്നു കൗശികൻ? ആരായിരുന്നു വിശ്വാമിത്രൻ? ഇവരെയൊക്കെ പഠിച്ചു നോക്കുമ്പോ അങ്ങനെ ജനിച്ചപ്പോഴേ ഏതെങ്കിലും ജാതിയിൽപ്പെട്ടവരല്ല അവർ. ജനിച്ചപ്പോഴുണ്ടായ ജാതി പോലും അവർ സ്വന്തം കർമ്മം കൊണ്ട് പരിവർത്തനം ചെയ്തവരാണ്. ബ്രഹ്മജ്ഞാനം നേടി യഥാർത്ഥ ബ്രാഹ്മണരായി തീർന്ന് ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം മേധയെ, സ്വന്തം മനസ്സിനെ അർപ്പിച്ചവരാണ്. ഇതാണ് ഹിന്ദുവിന്റെ ചരിത്രം. ഈ തത്വത്തെ ഉറക്കെ പറഞ്ഞുകൊണ്ട് പാലാഴിയിൽ സംഘ സ്വയം സേവകന്മാർ പോരാടിയതിന്റെ ഫലമായി ഇന്ന് ആ ക്ഷേത്രം എല്ലാ വിഭാഗം ആളുകൾക്കും ഒരുപോലെ ആരാധിക്കാൻ കഴിയുന്ന, എല്ലാവർക്കും പ്രവേശനമുള്ള, ഭരണത്തിൽ പങ്കാളിത്തമുള്ള ഒരു മാതൃകാ ക്ഷേത്രമായി മാറി. ആരാരും കയറാനില്ലാതെ, ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ, രാത്രിയായി കഴിഞ്ഞാൽ കുറുക്കനും പാമ്പും മാത്രം കയറിയിരുന്നിരുന്ന ആ സ്ഥലം ഇന്ന് ചൈതന്യത്തിന്റെ ഓളം വെട്ടുന്ന, വെള്ളി വെളിച്ചമെമ്പാടും ഓളം വെട്ടുന്ന ചൈതന്യത്തിന്റെ കേന്ദ്രമായി മാറി. എന്തുകൊണ്ട്? എല്ലാ ജാതി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും ഒരുപോലെ അവകാശമുണ്ട് ആരാധനയ്ക്ക്, ഒരുപോലെ അവകാശമുണ്ട് ഭരണത്തിന്, ഒരുപോലെ അവകാശമുണ്ട് ദേവി പ്രീതിക്ക്, ദേവതാ പ്രീതിക്ക്. ആരുടെയും കുത്തകയൊന്നുമല്ല ഇത്. ഇതാണ് ഹിന്ദുവിന്റെ നിലപാട്. അതുകൊണ്ട് മാത്രമാണ്
അഭിനന്ദനായ ദിവംഗതനായ ശ്രീധരൻ തന്ത്രിയുടെ മകൻ രാകേഷ് തന്ത്രി ജനിച്ച കുലം വേറെയായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന് പൂജാധികാരം ഉണ്ട് എന്ന് സംഘത്തിന്റെ പ്രവർത്തകന്മാർ ആധികാരികമായി മാനനീയ മാധവ്ജിയുടെ നേതൃത്വത്തിലുള്ള സംഘപ്രവർത്തകന്മാർ അന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് തിരുവമ്പാടി ക്ഷേത്രത്തിൽ, ഈ തൃശ്ശൂർ തിരുവമ്പാടി ക്ഷേത്രം ഒരു ജാതി വിഭാഗത്തിന്റെ കയ്യിൽ മാത്രം നിൽക്കേണ്ടതാണെന്ന് ചിലരെങ്കിലും ശഠിച്ചപ്പോൾ സംഘത്തിന്റെ പ്രവർത്തകന്മാർ അഭിമാനത്തോടുകൂടി പറയുന്നു, തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നു, അങ്ങനെ ഏതെങ്കിലും ജാതി വിഭാഗത്തിന്റെ കുത്തകയല്ല ദേവതകൾ. അങ്ങനെ ആണെങ്കിൽ ഏതെങ്കിലും ജാതിയുടെ മാത്രമാണ് ആ ദേവതയെങ്കിൽ ഉറപ്പിച്ച് സംഘസ്വയംസേവന്മാർ പറയുന്നു അത് ഹിന്ദുക്കളുടെ ദേവതയല്ല, ഹിന്ദുക്കൾക്ക് അവകാശപ്പെടാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് സംഘപ്രവർത്തകന്മാർ സർവാത്മന ആ തിരുവമ്പാടിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ കോടതി വിധിയെ സ്വാഗതം ചെയ്യുക. ഈ ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിലുള്ള ചേരിതിരിവുകൾ നമ്മളിൽ ഉണ്ടാക്കിയത് വേദങ്ങളല്ല, ഉപനിഷത്തുകളല്ല, മഹാഭാരതവും രാമായണവുമല്ല. ഇടക്കാലത്ത് സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ഈ വേദോപനിഷത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്തവർ, സ്വന്തം കുടുംബത്തിൽ അധികാരം മുഴുവൻ അട്ടിപ്പേറായിരിക്കണമെന്ന് ആഗ്രഹിച്ച ചിലർ എഴുതിക്കൂട്ടിയ പ്രക്ഷിപ്തങ്ങളാണ് ഈ കുഴപ്പങ്ങൾക്ക് മുഴുവൻ കാരണം. കൂട്ടിച്ചേർക്കലുകളാണ്. ഇനി മാറ്റം വരണം എന്ന് സംഘം ആഗ്രഹിക്കുന്നു. ഒറ്റക്കെട്ടായി ഹിന്ദു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ അപ്പോൾ മാത്രമേ കഴിയൂ. അപ്പോഴേ ത്രിശക്തി രൂപിണിയുടെ യഥാർത്ഥ ഭക്തരായി ഉപാസകരായി നമുക്ക് ഉയർന്നു നിൽക്കാൻ സാധിക്കൂ. മാതൃകാപരമായി അത്തരമൊരു സംഘടനാ സംവിധാനം ഓരോ പ്രദേശത്തും ശക്തിപ്പെടുത്തി കൊണ്ടുവരേണ്ടതിന്റെ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമാണ്. അത് ഏറ്റെടുക്കാൻ ഈ സന്ദർഭത്തിൽ നമ്മൾ തയ്യാറാണ്. ഹിന്ദു സമൂഹം കഴിഞ്ഞ കാലങ്ങളിൽ നേരിട്ടതായ വെല്ലുവിളികൾ, ആ വെല്ലുവിളികളെ അതിജീവിച്ച് എങ്ങനെയാണ് നാം മുന്നോട്ട് വന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ബോധം നമുക്കുണ്ടാവണം. എങ്കിലേ നമുക്ക് ഈ വർത്തമാന കാലത്ത് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ എത്ര കണ്ട് ഭീഷണങ്ങളാണ് എന്ന് മനസ്സിലാവുകയും നമ്മെ വിഴുങ്ങുവാൻ വായ വളർന്നെത്തുന്ന ഭീകര ശത്രുക്കളെ ഈ കാലഘട്ടത്തിൽ നമ്മളെ ചൂഴ്ന്നു നിൽക്കുന്ന ഭീകരതയുടെ ആ കറുത്ത മുഖങ്ങളെ തിരിച്ചറിയുവാൻ അപ്പോഴേ സാധിക്കും. ഇത് രണ്ടും കൊണ്ടുമായില്ല. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ ആക്രമിച്ച ശത്രുക്കൾ ആരൊക്കെ എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമായില്ല. നമ്മളെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിവിശേഷങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടും മാത്രമായില്ല. നാളെ വരാൻ സാധ്യതയുള്ള വെല്ലുവിളികളെ കുറിച്ചുകൂടി നാം വേണ്ടും മനസ്സിലാക്കി മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയൂ. ഒരു ഉദാഹരണം മാത്രം സൂചിപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ ഈ വലിയ വേളയിൽ അവസാനിപ്പിച്ചുകൊള്ളാം. ഒരു വിഷയം, നാളെ വരാൻ സാധ്യതയുള്ള ഒരു വലിയ വിപത്തിന്റെ ഒരുക്കങ്ങളെ കുറിച്ച് പറയാനാണ് ഈ സന്ദർഭത്തിൽ ഈ അവസാനം ഞാൻ തയ്യാറാവുന്നത്. ഹിന്ദു സമൂഹം ഒട്ടനവധി ആക്രമണങ്ങളെ നേരിട്ടിട്ടും അഭിമാനപൂർവ്വം തലയുയർത്തിപ്പിടിച്ച് ഈ സംസ്കാരത്തെ നിലനിർത്തുന്നുണ്ട് കുറച്ചുപേരെങ്കിലും. പല വിധത്തിലുള്ള ആക്രമണങ്ങൾ നടന്നിട്ടും നമ്മൾ ഉറപ്പിച്ചു പറയുന്നു, ഹൂണന്മാർ വന്നു, ശകന്മാർ വന്നു, കുശാണന്മാർ വന്നു, പലവിധ ആക്രമണകാരികൾ വന്നിട്ടും മൂർച്ചയുള്ള വാളുകൊണ്ട് വെട്ടിയെറിഞ്ഞു ഒട്ടനവധി ഹിന്ദുക്കളുടെ തലകൾ. നമ്മൾ അഭിമാനപൂർവ്വം പറഞ്ഞു, കൊല്ലാമായിരിക്കാം നിങ്ങൾക്ക്, പക്ഷെ തോൽപ്പിക്കാൻ കഴിയില്ല ഹിന്ദു സംസ്കാരത്തെ എന്ന് പറഞ്ഞ അഭിമാനപൂർവ്വം നമ്മൾ ഇപ്പോഴും നിലനിൽക്കില്ല. പക്ഷേ ആ അഭിമാനവും ആത്മവിശ്വാസവും ഏറെക്കാലം നിലനിൽക്കുമോ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു ബില്ല് തയ്യാറാവുകയാണ്. നിയമം ഉപയോഗിച്ച് ഹിന്ദുക്കളെ തകർക്കുവാൻ വേണ്ടി, ഭിന്നിപ്പിക്കുവാൻ വേണ്ടി, അതുവഴി ഭാരതത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ഒരു നിയമം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അണിയറയിൽ. പ്രിവെൻഷൻ ഓഫ് കമ്മ്യൂണൽ ആൻഡ് ടാർഗറ്റഡ് വയലൻസ്, ആക്സസ് ടു ജസ്റ്റിസ് ആൻഡ് റിപ്പറേഷൻസ് ബിൽ ഓഫ് 2011 എന്ന പേരിൽ കേന്ദ്ര ഭരണാധികാരികളുടെ നിർദ്ദേശപ്രകാരം തയ്യാറാകുന്ന ആ ബില്ല് ന്യൂനപക്ഷ മതങ്ങളാണ് ഭാരതത്തിൽ എപ്പോഴും ആക്രമിക്കപ്പെടുന്നത് എന്ന ഒരു ധാരണയോടുകൂടി, ഹിന്ദുക്കളാണ് സദാ അവരെ ആക്രമിക്കുന്നത് എന്ന മുൻധാരണയോടുകൂടി തയ്യാറാക്കുന്നതാണ്. ലോകത്തൊരു നിയമവും പ്രതികൾ ആരായിരിക്കും എന്ന്, വാദികൾ ആരായിരിക്കും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് നിയമങ്ങൾ ഉണ്ടാക്കിയ ചരിത്രമില്ല. അവ നിയമങ്ങളല്ല തന്നെ. അവ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളാവാം, അത് നിയമങ്ങളാവില്ല. പക്ഷെ ഇതാ കേന്ദ്ര ഭരണാധികാരികൾ ഒരു നിയമം ഉണ്ടാക്കാൻ പുറപ്പെടുന്നു. അതിലവർ വ്യക്തമായി പറയുന്നു, ഹിന്ദുക്കൾ ഹാബിച്വൽ ഒഫൻഡേഴ്സാണ്. നിയമഭാഷയിൽ തന്നെ പറഞ്ഞാൽ അവര് കുറ്റവാസന പരമ്പരയുള്ളവരാണത്ര. എവിടെയാണ് ഹിന്ദുവിലോ ഈ ഭാരതത്തിൽ അക്രമം അഴിച്ചുവിട്ടിട്ടുള്ളത്?
ഹിന്ദുക്കൾ ഭൂരിപക്ഷമായ ഏതെങ്കിലും പ്രദേശത്ത് വർഗീയ കലാപം ഉണ്ടായതിന്റെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചു തരാൻ ആർക്കെങ്കിലും സാധിക്കുമോ? പക്ഷെ ഇതാ നിയമനിർമ്മാതാക്കളെന്ന് അഭിമാനിക്കുന്ന ചില ആൾക്കാർ എഴുതിയുണ്ടാക്കിയിരിക്കുന്നു ഒരു പുതിയ നിയമം. അതിപ്പോ അടുത്ത പാർലമെന്റ് സെഷനിൽ അവതരിപ്പിക്കാൻ പോവുകയാണത്രേ. അതിൽ പറയുന്നു, ഹിന്ദുക്കൾ ആക്രമിക്കുന്നു, ആ ആക്രമണത്തിൽ നിന്ന് ന്യൂനപക്ഷ മതങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഒരു ബില്ല് വേണം. അവരെ സഹിക്കുന്നതായ നഷ്ടങ്ങൾക്ക് പരിഹാരം കൊടുക്കാൻ വ്യവസ്ഥ വേണം. അവർക്ക് നിഷേധിക്കപ്പെടുന്ന നീതി നിർബാധം ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം വേണം. അതാണ് ആക്സസ് ടു ജസ്റ്റിസ് ആൻഡ് റിപ്പറേഷൻസ് ബിൽ. ഇതുണ്ടാക്കിയത് ആരാണ് എന്ന് പരിശോധിക്കുമ്പോൾ, ഇത് എഴുതിയുണ്ടാക്കിയത് ആരൊക്കെയാണ് എന്ന് പരിശോധിക്കുമ്പോൾ നമുക്കതിന്റെ ഉന്നം മനസ്സിലാവും. ഞാൻ അതിന്റെ ആഴങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഇത് എഴുതിയുണ്ടാക്കാൻ നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട ഒരു വ്യക്തി അരുണ റോയ് എന്ന് പറയുന്ന സ്ത്രീയാണ്. ആരാണ് ഈ അരുണ റോയ്? ഈ അടുത്ത കാലത്ത് അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിലുള്ള അതിശക്തമായ അഴിമതി വിരുദ്ധ പോരാട്ടം നടന്നപ്പോൾ ആ പോരാട്ടത്തിന്റെ കൊടുങ്കാറ്റിൽ കേന്ദ്ര ഭരണാധികാരം ആടി ഉലഞ്ഞപ്പോൾ അതിന്റെ മർമ്മസ്ഥാനങ്ങളിലേക്ക് അണ്ണാ ഹസാരെ എഴുതയക്കുന്ന ശക്തമായ കൂർത്തുമൂർത്ത ആരോപണത്തിന്റെ ശരങ്ങൾ ചെന്ന് തറയ്ക്കാൻ തുടങ്ങിയപ്പോൾ ആ പോരാട്ടത്തിന്റെ കുന്തമുനയെ മടക്കിക്കളയുവാൻ, അതിന്റെ ഏകാഗ്രതയെ ഇല്ലാതെയാക്കുവാൻ ഭാരതത്തെ സ്നേഹിക്കുന്ന സർവരും ഒരുപോലെ അവരുടെ ഹൃദയ വികാരങ്ങൾ അണ്ണാ ഹസാരയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച സന്ദർഭത്തിൽ ഉണ്ടായ ഒരു ബില്ല് അണ്ണാ ഹസാരെ അവതരിപ്പിച്ച ജനലോക്പാൽ ബില്ല്. അതിലാണ് ഈ ഭരണാധികാരി, ഇന്നത്തെ കേന്ദ്ര ഭരണാധികാരികളും വർഗീയവാദികളും ഒക്കെ ആടി ഉലഞ്ഞത്. അപ്പോഴാണ് ഭരണാധികാരികൾക്ക് വേണ്ടി ജനങ്ങളുടെ ഈ പോരാട്ടത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമരമുറ കേന്ദ്രം ഭരിക്കുന്ന കക്ഷി ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചു. അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഹസാരയുടെ കയ്യിൽ മാത്രമല്ല ബില്ലുള്ളത്, എന്റെ കയ്യിലും ഉണ്ടൊരു ബില്ല് എന്ന് പറഞ്ഞുകൊണ്ട് അരുണ റോയിയുടെ ലോക്പാൽ ബിൽ അവതരിപ്പിച്ചാണ്. ഉദ്ദേശം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. കുറച്ചു കാലം മുമ്പ് ദേശീയ വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കാരം വേണം എന്ന് വാദിച്ചുകൊണ്ട് ആരാധ്യനായ സംപൂജ്യനായ അധ്യക്ഷൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച്, വേദത്തെക്കുറിച്ച്, സംസ്കൃതത്തെക്കുറിച്ച്, യോഗത്തെക്കുറിച്ച്, ആയുർവേദത്തെക്കുറിച്ചൊക്കെ വളരുന്ന കുട്ടികൾ പഠിക്കണം. എങ്കിലേ അവർക്ക് ഭാരതത്തോട് സ്നേഹമുണ്ടാവൂ, യഥാർത്ഥ മനുഷ്യരാകൂ. അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തൊരു നവീനമായ പരിഷ്കരണം കൊണ്ടുവരാൻ കഴിഞ്ഞ ഗവൺമെന്റിനും മുമ്പുള്ള ഗവൺമെന്റിന്റെയും മുമ്പുള്ള NDA സർക്കാരിന്റെ വിദ്യാഭ്യാസ മന്ത്രി അടിമുടി ഒരു അധ്യാപകനായ ദേശീയ ചിന്തകനായ ഡോക്ടർ മുരളി മനോഹർ ജോഷി തയ്യാറായപ്പോൾ ആ വിദ്യാഭ്യാസ രംഗത്തെ സൗദ്ദേശ്യപൂർണമായ പരിഷ്കരണ ശ്രമങ്ങളെ തകർക്കാനുള്ള പോരാട്ടത്തിനും നേതൃത്വം കൊടുത്തത് ഇതേ സ്ത്രീയാണ്, എറണാകുളം. അപ്പൊ ഇവരുടെ താല്പര്യം ആരോടാണ്? ഈ രാഷ്ട്രത്തോടാണോ? ഈ രാഷ്ട്രത്തിന്റെ പാരമ്പര്യത്തോടാണോ? അവരാണ് ഈ പുതിയ ബില്ല് എഴുതിയുണ്ടാക്കുന്ന സമിതിയിലെ മുഖ്യ അംഗം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. രണ്ടാമത്തെ ഒരാളെ കുറിച്ച് കൂടി പറയാം. ഹർഷ് മെന്തർ. ഇംഗ്ലീഷ് മീഡിയ ഒക്കെ വായിക്കുന്ന ആൾക്കാർക്ക് അദ്ദേഹത്തെ കേട്ടിട്ടുണ്ടാവും. ആ മനുഷ്യൻ ഇപ്പോൾ പ്രധാനമായും പ്രവർത്തിക്കുന്നത് ഇംഗ്ലണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മൂവ്മെന്റ് ഫോർ ജസ്റ്റിസ്, ഫൗണ്ടേഷൻ ഫോർ ജസ്റ്റിസ് എന്ന് പറഞ്ഞ ഒരു NGOയുടെ തലപ്പത്തിരുന്നാണ്. ഇതാരാ നടത്തുന്നത്? ആരാണ് ഇതിന് പണം കൊടുക്കുന്നതെന്ന് അറിയാമോ? ഗുലാം നബി ഫായ്. വാഷിംഗ്ടൺ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയിലെ രാഷ്ട്രീയക്കാരെയും അമേരിക്കയിലെ ഭരണാധികാരികളെയും ഭാരതത്തിനെതിരായി ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കാൻ പണം കൊടുത്ത് ആ കുറ്റത്തിൽ ഇപ്പോൾ വാഷിംഗ്ടണിൽ ജയിലിൽ കിടക്കുന്ന ഗുലാം നബി ഫായ് ആണ് ഈ ഹർഷ് മന്ദറുടെ പ്രധാന ഫൈനാൻഷ്യർ. തെളിയപ്പെട്ട വസ്തുതയാണ്. അയാളാണ് ഈ ബില്ല് എഴുതിയ മറ്റൊരാൾ. ഞാൻ എല്ലാവരെ കുറിച്ച് പറഞ്ഞ പേരുകൾ മാത്രം പറയാം. ഡീൻ പെരേസ് 10 വർഷം മാത്രമായി ഭാരതത്തിലേക്ക് എത്തിയ ഒരു ബെൽജിയൻകാരൻ. ബ്രേക്കിംഗ് ഇന്ത്യ, ഭാരതത്തെ ഛിന്ന ഭിന്നമാക്കുക എന്ന അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ജിം പെരേസ്. ആദ്യം തന്നെ ഇത് എഴുതിയുണ്ടാക്കിയത് ആ മനുഷ്യനാണ്. ജോൺ ദയാൽ, ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് ഭാരതത്തിനെതിരായിട്ടുള്ള വമ്പൻ പ്രചാരവേല നടത്തുന്ന ഫാദർ ജോൺ ദയാൽ. സയ്യിദ് ഷഹാബുദ്ദീൻ അറിയാമോ? ഞാൻ പറയേണ്ടതില്ല. ടീസ്റ്റ സെറ്റൽവാഡ്. വൈകൃതത്തിനൊരു സ്ത്രീരൂപം കൊടുക്കാമെങ്കിൽ വൈകൃതത്തിന്, പെർവേർഷന്, അത് ടീസ്റ്റ സെറ്റൽവാഡിനെ പൊലിക്കും. ആ ടീസ്റ്റ സെറ്റൽവാഡ് ഇങ്ങനെയുള്ള ആളുകളെല്ലാം ചേർന്നിട്ടാണ് ഹിന്ദുക്കൾ അക്രമകാരികളാണ് എന്നും
അവർ നിരന്തരം അക്രമം നടത്തുന്നുകൊണ്ട് ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് രക്ഷയില്ല എന്നും പറഞ്ഞുകൊണ്ട് ബില്ലുണ്ടാക്കുകയും ഭാരതത്തെ ഛിന്നഭിന്നമാക്കാനും ശ്രമിക്കുന്നു. ജീവിക്കാൻ, മുന്നോട്ട് പോകാൻ മതം മാറുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലാത്ത ഒരു ദുര്യോഗത്തിലേക്ക്, ദുരന്തത്തിലേക്ക് ഹിന്ദുക്കളെ തള്ളിയിടാനുള്ള ഒരു വലിയ ഗൂഢാലോചനയാണ് ഈ ബില്ലിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. ഇത് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അപകടങ്ങളിൽ ഒരു ഉദാഹരണം മാത്രമാണ്. ഇത്തരം നിരവധി ഉദാഹരണങ്ങൾ നിരത്തുവാനുള്ള സമയം അതിക്രമിക്കുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒന്നല്ല 1000 പ്രശ്നങ്ങളുടെ നീർച്ചുഴിയിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കാനല്ല, ധീരത്വത്തോടെ എല്ലാം ഏറ്റുവാങ്ങുകയാണ് നമ്മളെന്ന് പറഞ്ഞ് കരയാനല്ല. ശ്രീരാമചന്ദ്രൻ ചെയ്തതുപോലെ അതിർത്തി കടന്ന്, സ്വന്തം പരിമിതി കടന്ന് ആയുധമേന്തി ഉള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് മാനത്തോടെ ജീവിക്കാൻ, അഭിമാനത്തോടെ ജീവിക്കാൻ, ധർമ്മത്തിനു വേണ്ടി പൊരുതാനുള്ള പൗരുഷമുണ്ടാകണം എന്ന് പറയാനാണ്. സ്വന്തം ഉള്ളിൽ, ഓരോരുത്തരുടെയും ഉള്ളിൽ ഉറങ്ങുന്ന ദൈവിക ശക്തിയെ ഒറ്റമ്പാടി ഉണർത്താനാണ്. ആ ഉണർത്തിയെടുക്കുന്ന ശക്തി ഉപയോഗിച്ചുകൊണ്ട് ധർമ്മരക്ഷയ്ക്ക് വേണ്ടി പോരാടാനാണ്. എന്തിന്? വരുന്ന തലമുറ ഭാരതത്തിൽ തന്നെ ജീവിക്കാൻ, ഹിന്ദുക്കളായി ജീവിക്കാൻ, ലോകത്തോട് ദ്രോഹിക്കാനുള്ള കടമ നിർവഹിക്കാൻ ഭാരതത്തിന് ശക്തി ഉണ്ടാവാൻ. കൃണ്വന്തോ വിശ്വവാര്യം എന്ന മഹത്തരമായ ഒരു തത്വവിശേഷമുണ്ട് ഭാരതത്തിന്റെ ശിരോലിഖിതമായി, ഭാരതത്തിന്റെ ജന്മദൗത്യമായി. ലോകത്തെ മുഴുവൻ ശ്രേഷ്ഠമാക്കുക, ആ ശ്രേഷ്ഠമാക്കുക എന്ന ദിവ്യമായ കർമ്മം നടപ്പിലാക്കാൻ കഴിയണം എങ്കിൽ ഭാരതം എന്ന നമ്മുടെ നാടിന്റെ പേര് സത്യവത്താകണം എന്നുണ്ടെങ്കിൽ, വെളിച്ചം കൊണ്ട്, അറിവുകൊണ്ട്, വിജ്ഞാനം കൊണ്ട് ലോകത്തെ മുഴുവൻ ആനന്ദത്തിൽ ആറാടിക്കലാണ് നമ്മുടെ ലക്ഷ്യം എങ്കിൽ, അത് നടപ്പിലാകണം എങ്കിൽ ഇവിടുത്തെ ഹിന്ദു സമൂഹം എല്ലാ ഭേദചിന്തകളെയും മാറ്റിവെച്ചുകൊണ്ട് ഒരുമിക്കണം. അവരുടെ ഉള്ളിലെ ശക്തികളെ ഉണർത്തിയെടുക്കണം. ആ ശക്തി ഉപയോഗിച്ച് ഏതതിർത്തിയും ലംഘിച്ച് സീമോല്ലംഘനം നടത്തി മുന്നേറാൻ ധർമ്മ രക്ഷാർത്ഥമുള്ള യുദ്ധത്തിന് തയ്യാറാവണം. അതാണ് ഈ കാലഘട്ടത്തിൽ വിജയലക്ഷ്മി നമുക്ക് തരുന്ന സന്ദേശമെന്ന് സൂചിപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വന്ദേ മാതരം. സംസാരിക്കില്ല. മജേഷ് കൊണ്ടോട്ടെ. സാവധാൻ പ്രणाം. വിശ്രമയ്ക്ക് ശേഷം, അതായത് താലൂക്ക് അടിസ്ഥാനത്തിൽ കൂടുതലിന് ശേഷം വാഹനങ്ങൾ പോകേണ്ട വ്യവസ്ഥ നിൽക്കണം നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞു പോകാൻ. ഗോപുര സൈനികർ ആരും തന്നെ പോകരുത്, അവരെല്ലാവരും അവിടെ തന്നെ ഉണ്ടാകണം. നിലമ്പൂർ താലൂക്കിലെ